ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ എൻ്റെ പേര് ലജി, യു ക്യാൻ കോൾ മീ ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ക്വിക്കായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അൺയൂഷ്വൽ വീഡിയോ ആണിത്. ഒരു ചാറ്റ് വീഡിയോ ആണ്. കുറേ നാളുകളായി ഒരു ചാറ്റ് വീഡിയോ എടുത്തിട്ട് ഐ ഫെൽ ലൈക്ക് ടോക്കിംഗ് ടു യു ഓൾ. സോ അങ്ങനെ വന്നേക്കുവാണ്. വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തതുമായിരുന്നു, ബട്ട് ദെൻ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് വീഡിയോ. സോ ഞാനത് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഓർത്തു, എന്തുകൊണ്ട് അത്രയ്ക്ക് എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേനും. ചിലപ്പം തെറ്റിപ്പോയേക്കാം, ചിലപ്പം ആ ഒരു ഇംപെർഫെക്ഷൻ വെച്ചിട്ട് അത് നമ്മളുടെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ആരാണോ, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ശൈലിയുണ്ട് ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ അതിനകത്ത് ഞാൻ അന്നേരം നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തിയിരുന്നു. എന്നെക്കൊണ്ട് എന്തുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്തുകൊണ്ട് പറ്റിയില്ല, ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, ലൈക്ക് അങ്ങനത്തെ ടോക്കുകൾ, നെഗറ്റീവ് സെൽഫ് ടോക്ക്. അപ്പം ഇപ്രാവശ്യം ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ദ സെയിം വീഡിയോ വിത്ത് ദ സെയിം ടോപ്പിക്. ഒന്നും മാറ്റമില്ല, നോർമലായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ പറയാമെന്ന് വിചാരിച്ചു. ഇംപെർഫെക്റ്റ് ആണെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്, എൻ്റെ ഫാമിലിയുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ വിചാരിച്ചു ദാറ്റ് ഐ വിൽ ഗോ വിത്ത് ഇറ്റ്. സോ ഗൈസ്, ഞാൻ ഉൾപ്പെടെ കുറേ പേര് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. നമ്മൾക്ക് കുറേ കഴിവുകൾ കാണും, കുറേ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര മെച്ചപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ സംവെയർ നമ്മളെ തന്നെ ചോദ്യം ചെയ്ത് പോകും. എന്നെക്കൊണ്ട് എന്തിനേലും കൊള്ളാവോ, ഞാൻ ഇതൊക്കെ കുളമാക്കും, ഇല്ല എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, വൈ ആം ഐ ലൈക്ക് ദിസ്, അങ്ങനെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണോ കുറേ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മളെ തന്നെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാറുണ്ട് പല സമയങ്ങളിലും. പക്ഷേ ഇല്ല. ഓക്കെ, ഞാൻ പണ്ട് തൊട്ടേ എന്താ പറയുന്നത്, നേരിടുന്ന ഒരു പ്രശ്നമാണിത്. എനിക്ക് എൻ്റെ കഴിവുകളെ അറിയാം, ഐ നോ ദാറ്റ് ഐ ആം കേപ്പബിൾ ഓഫ് സോ ആൻഡ് സോ തിങ്സ്, എല്ലാം എനിക്കറിയാം. പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. എനിക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റാറില്ല. ഞാൻ അതിന് മുമ്പേ തന്നെ ഒരു 100 ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ 100 പ്രാവശ്യം എന്നോട് തന്നെ ഇല്ല ലിജി പറ്റത്തില്ല നിന്നെക്കൊണ്ട്, നീ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ചോദിച്ചിരിക്കും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്തുവാ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഈ കൊച്ചിലെ തൊട്ട് നമ്മൾ മറ്റ് പിള്ളേരുമായിട്ടോ മറ്റാൾക്കാരുമായിട്ടോ കമ്പയർ ചെയ്യപ്പെട്ടതും കൊണ്ടാണോ, നമുക്ക് ഒരു പ്രോപ്പർ എൻകറേജ്മെൻറ്റ് കിട്ടാഞ്ഞതും കൊണ്ടാണോ, നമുക്ക് വേണ്ടി ലൈക്ക് ഓരോ കുട്ടിയും ഓരോ ലൈക്ക് ദേ ആർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. ഓരോ കുട്ടിയും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ നോക്കുന്ന പോലെ മറ്റേ കുട്ടിയെ നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല. ഒരു കുട്ടിക്ക് ആവശ്യമുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് വേണ്ടി. ചിലപ്പം അങ്ങനത്തെ ഒരു ഇത് കിട്ടാഞ്ഞത് കൊണ്ടാണോ, ഐ റിയലി ഡോണ്ട് നോ. എനിക്കതിൻ്റെ ആൻസർ ഇല്ല. പക്ഷെ എന്തോ ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഞാൻ പണ്ട് മുതലേ ഐ ഹാവ് ദിസ് ഇഷ്യൂ, നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് പണ്ട് മുതലേ ഉണ്ട്. Not that I'm incapable, but I don't have that belief in myself. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ടു ഗോ അഹെഡ്. ചെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള ടാസ്ക് ഞാൻ ചെയ്യും. പക്ഷെ അവിടം വരെ എത്താനായിട്ട് വലിയൊരു സ്ട്രഗിളാണ്. അതെന്തുവാ, അതെങ്ങനെയാ, എന്തിനാ, ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ പറ്റിയും കാണാനും വായിക്കാനും ഇട വന്നു. ആൻഡ് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്,
ആ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്നും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കണം എന്നല്ല, അതിനെ മാറ്റി നിർത്താം, നമുക്ക് ബെറ്റർ ആകാം. നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ബെറ്ററായേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് ഇല്ലാണ്ടാക്കണം. അതെങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാം? ആദ്യം തന്നെ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ, നിന്നെക്കൊണ്ട് എന്തിനൊക്കെ കൊള്ളാം, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നത്, നീ ഇത് കുളമാക്കില്ല ചേച്ചി, നീ ഇതിലോട്ട് പോവണ്ട, അവരെന്ത് വിചാരിക്കും, ഞാൻ അവരുടെ എക്സ്പെക്റ്റേഷൻ്റെ അത്രയും വരെ എത്തുമോ, ലൈക്ക് അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ യു ട്രൈ ചാലഞ്ചിങ് ദോസ് ക്വസ്റ്റ്യൻസ്. ആ ചോദ്യങ്ങളെ തന്നെ നിങ്ങളൊന്ന് ചാലഞ്ച് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ശരിക്കും ഇതിങ്ങനെയാണോ? എം ഐ നോട്ട് കേപ്പബിൾ? നിന്നെ കൊണ്ടിത് പറ്റില്ലേ ലിജി? പറ്റുമല്ലോ, അതെന്താ പറ്റാതിരിക്കാൻ? നീ ചെയ്തിട്ടുള്ളതാണല്ലോ. ലൈക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസിനെ വേറെ ക്വസ്റ്റ്യൻസും കൊണ്ട് ചാലഞ്ച് ചെയ്യുക. അങ്ങനെ ചാലഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടെ അധികം, നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവാനായിട്ട് തുടങ്ങും. നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വെൻ യു സ്റ്റാർട്ട് ക്വസ്റ്റ്യനിങ് ദീസ് ക്വസ്റ്റ്യൻസ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡായി വരും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ടേക്കിംഗ് അപ്പ് ചാലഞ്ചസ്. ഒരു ചാലഞ്ച് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുന്നതിൻ്റെ മുമ്പേ തന്നെ ആ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളെ ചാലഞ്ച് ഏറ്റെടുത്ത് ട്രൈ. ഒരു കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, പൊട്ടയായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. വാട്ട് മാറ്റേഴ്സ് ഈസ് നമ്മളതിന് ഒരു എഫേർട്ട് എടുത്തു, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു എഫേർട്ട് എടുത്തു. ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ഇതിപ്പം ഞാനിങ്ങനെ ഫുള്ളി ചെയ്തു എന്നല്ല, അല്ലെങ്കിൽ ഞാൻ ഐ എം ഓൾസോ ഇൻ ദിസ് ജേർണി. ഓക്കെ, ഞാനും ഗോ ത്രൂ ചെയ്യുന്ന, ഞാനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം. ബട്ട് ഇത് ഇതിനെപ്പറ്റി റീഡ് ചെയ്തപ്പോൾ ഐ തോട്ട് ഓഫ് ഇംപ്ലിമെൻറ്റിങ് ഇറ്റ് ഇൻ മൈ ലൈഫ്. അപ്പം നിങ്ങൾ, എൻ്റെ ഫാമിലിയിലുള്ള പലർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്താലോ എന്ന് ഓർത്ത് മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, സോ ഞാനും ഈ ജേർണിയിലാണ്, നിങ്ങളും അവിടെ പെട്ടിരിക്കുവാണെങ്കിൽ ഈ ജേർണിയിൽ നിങ്ങളും കൂടെ വന്നോ എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായി വീഡിയോ എടുക്കുന്നത്. നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അതുപോലെ തന്നെ മിററിൽ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സംഭവമാണ് ഈ മിറർ. കണ്ണാടി നോക്കിയിട്ട് തുടരെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അഫർമേഷൻസ്, എന്താ പറയുന്നത്, റീഅഷുറൻസസ് ഇങ്ങനെ നൽകിക്കൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ലൈൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അത് നമ്മളെ പമ്പപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് നമ്മൾക്ക് തന്നെ ഒരു എന്താ, നമ്മളങ്ങനെയാണ് എന്ന ആ ഒരു ബിലീഫ് നമ്മളിൽ ഉണ്ടാവാനായിട്ട്, ഉടലെടുക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇത് വേറെ പല സിനിമകളിലും വന്നിട്ടുള്ള കാര്യമല്ലേ. അപ്പോഴേക്കും നമ്മളിത് ഫണ്ണി ആയിട്ട് എടുത്തിട്ടുണ്ട്, ചിരിക്കാറുണ്ടായിരുന്നു. ഇതെന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിലെന്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ കാര്യമുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പം നമുക്ക് തന്നെ അഫർമേഷൻസ് നൽകുവാണെങ്കിൽ, റീഅഷുറൻസസ് നൽകുവാണെങ്കിൽ അത് നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാനായിട്ട്, നമ്മളെ ഒരു നമ്മളുടെ പേഴ്സണാലിറ്റി ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ പാർട്ട്ണർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഇപ്പം ഇഫ് യു ആർ നോട്ട് മാരീഡ്, ഇഫ് യു ഹാവ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, പേരൻസ്, ഹൂംസോഎവർ, നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓഫ് ഹൗ ഇമ്പോർട്ടൻറ്റ് റീഅഷുറൻസസ് ആർ ഫോർ യു. അപ്പം അവരോട് പറയുക, എനിക്ക് മോട്ടിവേഷൻ വേണമെങ്കിൽ എനിക്ക് വേർഡ്സിലൂടെ വേണം, സോ ഐ വോണ്ട് യു ടു മോട്ടിവേറ്റ് മീ. ഇടയ്ക്കിടയ്ക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയാം. ഇറ്റ്സ് ഓക്കേ ടു ഡിപ്പെൻഡ് ഓൺ സംവൺ ഫോർ യുവർ വെൽബീയിങ്. അപ്പം നിങ്ങൾ അവരോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ട്, അതെന്നെ പമ്പപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുമെങ്കിൽ പ്ലീസ് അങ്ങനെ ചെയ്യൂ. അത് ഇൻ ദ ബിഗിനിങ് ചിലപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്താന്ന്. പക്ഷേ ഇവൻച്വലി ദേ വിൽ ഓൾസോ ഗെറ്റ് ദി ഹാങ് ഓഫ് ഇറ്റ് ആൻഡ് ദേ വിൽ ഓൾസോ ബി പാർട്ട് ഓഫ് ദിസ് ജേർണി ടു help us build a better personality. Yes.
അതുപോലെ തന്നെ കുറേ പേര് ചെയ്യുന്ന കാര്യമാണ് ഈ ജേർണലിങ്, എഴുതി വെക്കുന്നത്. സോ ജേർണലിങ് ഓൾസോ ഹെൽപ്സ്. പക്ഷേ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ജേർണലിങ്ങിൻ്റെ ABCD എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്, വെയർ ടു സ്റ്റാർട്ട്. സോ ഐ ഹാവ് ടു ഗോ ത്രൂ ഡിഫറെൻറ്റ് videos and journals and everything to understand what journaling is and how it can help build one's personality. So അതൊരു ഓപ്ഷനാണ്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഐ എം ജസ്റ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോറേജും തീർന്നു. എനിവേ, പറഞ്ഞുകൊണ്ടിരുന്നത് അബൌട്ട് ജേർണലിങ്. എനിക്ക് ജേർണലിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ ജേർണലിങ് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. സോ യു ക്യാൻ സ്വിച്ച് ടു ജേർണലിങ് ആസ് വെൽ. ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ. ഞാനും ഐ ഹാവൻ സ്റ്റാർട്ടഡ് യെറ്റ്, ബട്ട് ഐ പ്ലാൻ ടു. എങ്ങനെ ആയിത്തീരും, ഐ ഡോണ്ട് നോ ഓർ വെദർ ഐ വിൽ സ്റ്റാർട്ട്. യാ, ഐ വിൽ, ബട്ട് എന്ന് സ്റ്റാർട്ട് ചെയ്യും ഐ ഡോണ്ട് നോ. നോക്കട്ടെ, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. ജേർണലിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. സോ യെസ് ഗൈസ്, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഭയങ്കര ദൂഷ്യം ചെയ്യും നമ്മളുടെ പേഴ്സണാലിറ്റിയെ, നമ്മളുടെ ജീവിതത്തെ തന്നെ നല്ല രീതിയിൽ ബാധിച്ചേക്കാം. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഗുഡ്. അതിനെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്, ടു ബിൽഡ് അപ്പ് യുവർ പേഴ്സണാലിറ്റി, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നോ സെക്കൻഡ് തോട്ട്സ്, നത്തിങ്. ഓക്കെ, നമ്മൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്ന സമയത്ത് ഡബിൾ തോട്ട്സ് ഇല്ലല്ലോ, സെക്കൻഡ് തോട്ട്സ് ഇല്ലല്ലോ. നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കാനായിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിയിരിക്കുന്ന പോലെ ആ ഓരോ ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുനിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ ജേർണി. ഈ ജേർണിയിൽ നിങ്ങളും എൻ്റെ കൂടെ ഈ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ കൂട്ടത്തിൽ, ഇത് കാണുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ ജേർണിയിലോ എൻ്റെ ഒപ്പം, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വേണമെന്നുമില്ല, നിങ്ങളുടെ ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ബിക്കോസ് ലൈഫ് ഈസ് ഷോർട്ട് ഗൈസ്. ആരോ വിളിക്കുന്നു, അമ്മേ. ലൈഫ് ഈസ് ഷോർട്ട് ഗൈസ്. ഈ ചെറിയ ലൈഫിൽ എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ ഉള്ള നാൾ പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നമ്മളുടെ ലൈഫ് മനോഹരമാവട്ടെ. അപ്പോൾ യെസ്, ഐ ഹോപ്പ് ദിസ് ചാറ്റ് വാസ് good enough for you all. I hope this chat was cute, informative. If yes, എന്നെയും കൂടെ അറിയിക്കുക through comments. And yeah, I'll be back with yet another video. Until then, bye-bye.